ഒരിക്കലൊരു കുട്ടി ഒരു ഓട്ട മത്സരത്തിന് മുമ്പായി കൈകൾ കൂപ്പി പ്രാർത്ഥിക്കുകയായിരുന്നു. എന്നാൽ ആ മത്സരത്തിൽ ആ കുട്ടി തോറ്റുപോയി. ഇത് കണ്ട കാണികളിലൊരുവൻ അവൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, കുഞ്ഞെ, നീ ഇത്രമാത്രം പ്രാർത്ഥിച്ചിട്ടും നീ ഈ മത്സരത്തിൽ തോറ്റുപോയല്ലോ എന്ന്. ആ കുട്ടി അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ജയിക്കാൻ വേണ്ടി മാത്രമല്ല, തോറ്റുപോയാൽ കരഞ്ഞു പോവാതിരിക്കാൻ കൂടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഈ മത്സരത്തിൽ ജയിക്കുവാനായി ആ കുട്ടി കഠിന പ്രയത്നം ചെയ്തിട്ടുണ്ടാവാം, കൂടുതൽ പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ടാവാം. എന്നാൽ ആ മത്സരത്തിൻ്റെ ഫലം വിപരീതമായി വന്നാൽ അത് അതിജീവിക്കാനുള്ള ശക്തി തനിക്ക് നൽകണേ എന്ന് കൂടിയാണ് ആ കുട്ടി പ്രാർത്ഥിച്ചത്. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും അനേക കഷ്ടതകളും വിഷമതകളും വന്നു പോയിട്ടുണ്ടാവാം. ഈ കുട്ടി നമ്മളെ പഠിപ്പിക്കുന്നത് ഈ കഷ്ടങ്ങളും സങ്കടങ്ങളും നമ്മുടെ വിശ്വാസത്തെയും ബന്ധങ്ങളെയും തകർത്ത് കളയരുത് എന്ന് കൂടിയാണ്. നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഇനി ഇതിന് നല്ലൊരു നാളുകൾ വരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. നമ്മുടെ നോമ്പുകാലത്തെ ഇംഗ്ലീഷിൽ ലണ്ടൻ ഡേയ്സ് എന്നാണ് പറയുന്നത്. ലണ്ടൻ എന്ന വാക്കിനെ ലീവ് എവറി നെഗറ്റീവ് തോട്ട്സ് എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാം. നമ്മുടെ ഹൃദയത്തെ മുറിപ്പെടുത്തുന്ന, നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന അനേക ചിന്തകൾ നമുക്ക് മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ നന്മയിലും വിശുദ്ധിയിലും സ്നേഹത്തിലും ഉയർത്തിക്കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ മാറ്റിയെടുക്കാൻ ഈ നോമ്പുകാലം ഉപയോഗിക്കാം.